ഞങ്ങളിന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണേ. വീട്ടിൽ വന്നപ്പോൾ നാട്ടുമാങ്ങ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എന്നാൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ മാങ്ങ തൊലി പൊളിച്ച് വെച്ചേക്കാണേ. കുറേ ഉണ്ടായിരുന്നാണേ. ഇത് ഈ നാട്ടുമാങ്ങ കണ്ടപ്പോൾ ആ കൊതിയായിരുന്നു അങ്ങ് തിന്നു. ഇപ്പോൾ അവസാനം 5 ഉള്ളൂ. ഇനി അതും കൊണ്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ഇനി അതിനകത്തോട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം, മുളക് കീറിയിടണം, വെള്ളം ഒഴിക്കണം. അതിൻ്റെ പണി അതിൻ്റെ നടക്കാൻ പോണേ. ഉപ്പ്, വെള്ളം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, മാമ്പഴം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എരിവൊക്കെ കുറച്ചേ ഇടുള്ളൂ. മോടെ കൊച്ചുണ്ടേ, അത് കാരണം അതിനും കൊടുക്കണ്ടേ. ഇതാണ് മോടെ കൊച്ച്. പിന്നെ ഉണ്ടാക്കണം. ഒരു 3 ആണിവെല്ലം ഇട്ടിട്ടുണ്ട്. അത് അടുപ്പേ വെക്കുക. ഇത് തിളച്ചു. ശർക്കരയുടെ പാനി ഒഴിക്കുകയാണ്. ഇത് തേങ്ങ അരച്ചതാട്ടോ. തേങ്ങയും നല്ല ജീരകം കൂടെ അരയ്ക്കുക. നല്ല പച്ചത്തേങ്ങ ആയിരിക്കണം. പാലുള്ള സൈസ് തേങ്ങ ആയിരിക്കണം. അതിനൊരു അരമുറി തേങ്ങ മതി തരത്തിന്. എന്നിട്ട് അത് ഇച്ചിരി നല്ല ജീരകം കൂടെ നല്ല വെണ്ണ പോലെ അരച്ചിട്ട് ചേർക്കാം. അങ്ങനെ ഇളക്കി ജോയിൻ ചെയ്യാം. ഇനി നാടൻ തൈര്. ഇത് ഞങ്ങൾ വീട്ടിൽ പാല് മേടിച്ച് ഒഴിച്ചാണ്. അങ്ങനെ ഒഴിച്ച തൈരാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ഈ പാക്കറ്റ് തൈരൊന്നും മേടിച്ച് ഒഴിക്കരുത്. പിന്നെ കിട്ടിയില്ലേ പിന്നെ നിർത്തിയില്ല, ഒഴിക്കുക. ഒരു 1/4 ടേബിൾ സ്പൂണ് ഉലുവാപ്പൊടി. അതൊരു മേമ്പടിയാട്ടോ ഉദ്ദേശിച്ചത്, വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല. അത് മേമ്പടി. അപ്പം ഈ എരിവും മധുരവും അപ്പം അതിനൊരു ഇത് വീഴാൻ വേണ്ടി. ഇനി ഒന്ന് കടുക് വറക്കണം. കടുക് വറക്കുകയാണേ. മുളകുണ്ട്. മിൽമയുടെ നെയ്യ് ഒരു തുള്ളി, അതിൻ്റെ മേമ്പടി. കടുക് വറുത്ത് കഴിഞ്ഞാൽ ഇളക്കാൻ പാടില്ല. അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ അടച്ചോടെ വെക്കുക. എന്നിട്ട് കുറേ കഴിഞ്ഞ് നമ്മൾ കഴിക്കാനെടുക്കുമ്പോൾ ഒന്ന് ഇളക്കുക. അപ്പോഴായിരിക്കും അതിന് കൂടുതൽ ടേസ്റ്റ് വരിക. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി. Okay.